പടം കൊള്ളാം, കൊള്ളാം. കൊള്ളാം, നല്ല സിനിമ, സൂപ്പർ, നല്ല 3 മണിക്കൂർ മുക്കിയിട്ടുണ്ടായിരുന്നു. അതെ കുഴപ്പമില്ല, നല്ല മൂവി. കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് വൈസൊക്കെ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ യൂഷ്വൽ സ്റ്റോറി ലൈൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നി. 3 മണിക്കൂറും 17-18 മിനിറ്റും ഉണ്ട് എല്ലാം കൂടെ ഇൻ്റർവെൽ ഉൾപ്പെടെ. ഓവറോൾ കൊള്ളാം. നല്ല ആവറേജ് എക്സ്പീരിയൻസ്, ബിലോ ആവറേജ്. വിഷ്വൽസ് കൊള്ളാം, സ്റ്റോറി വൈസ് ഭയങ്കര വീക്കായിരുന്നു. സ്റ്റോറി വൈസ് ഭയങ്കര വീക്കായിരുന്നു. കാണാൻ ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര സ്ലോ പേസ്ഡ് മൂവിയാണ്. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ലാഗ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് വന്ന 2 പാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കുറേ ഡീപ്പായിട്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി പറയേണ്ടതില്ല, കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മൂവീസിനെ വെച്ച് നോക്കിയാലും ഇതാണ് പീക്ക്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം ഇത് മറ്റേ ടി വിയിലും അങ്ങനെ മറ്റേ ഫോണിലൊന്നും കണ്ടിട്ട് ആ എഫക്റ്റ് കിട്ടില്ല. ഇത് ബിഗ് സ്ക്രീനിൽ കാണാൻ തന്നെ ഉള്ള ഒരു സംഭവമാണ്. മേക്കിംഗ് ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ മൂവീസിനെ വെച്ച് നോക്കുമ്പോഴും വീഡിയോ ക്വാളിറ്റി എല്ലാ ടൈപ്പിലും നമുക്ക് അനിമേഷൻ ആണെങ്കിലും വാട്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടാണ് അനിമേറ്റ് ചെയ്യാൻ. പക്ഷേ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡ്യൂറേഷനാണ്, പക്ഷേ അത് കുഴപ്പമില്ല. കാരണം ഇത് ആ സ്റ്റോറി ഡെവലപ്മെൻറ്റ്, ആ ക്യാരക്ടേഴ്സിനെയൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇത്രയും ടൈം എടുത്താലേ പറ്റൂ. മഹാഭാരതം പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഓരോരോ ഘട്ടമായിട്ട് അവസാനം ഫൈനൽ ബാറ്റിൽ വരെ. കുറേ പേര് ആൾക്കാർ ഉറങ്ങിയൊക്കെ ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് സ്ഥിരം കാണുന്നത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പോരാ, നല്ലൊരു ദൃശ്യവിസ്മയം. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇച്ചിരി ലാഗ് പോലെ പോകുന്നുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല കത്തി കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല. 2-ന്റെ അത്ര എനിക്ക് തോന്നിയില്ല. 3 മണിക്കൂറൊക്കെ ലാഗാണ്, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ഹൈ ഫ്രെയിം റേറ്റ് ആയിരുന്നതുകൊണ്ട് ആ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാം വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. ലൈക്ക് കഥ നമ്മൾ ഫസ്റ്റ് അത്ര പ്രതീക്ഷിക്കേണ്ട, പക്ഷേ വിഷ്വൽ എഫക്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. വിഷ്വൽ ട്രീറ്റ് ആണ് അങ്ങോട്ട് നല്ല കൂടെ വിഷ്വൽ ട്രീറ്റ് ആണ്. പക്ഷേ സ്റ്റോറിയൊക്കെ പോകുന്നതെല്ലാം ഒരു സെയിം രീതിയിലാണ്. ഫസ്റ്റ് മൂവി സെക്കൻഡ് മൂവി എല്ലാം കൊള്ളാം, വിഷ്വലി കൊള്ളാം. സ്റ്റോറി ലൈനൊക്കെ പഴയ പാൻഡോറിൻ്റെ സംഭവം തന്നെ, വലിയ മാറ്റം തോന്നിയില്ല. കുറച്ച് ഡ്യൂറേഷൻ കുറച്ച് അധികമാണ്. കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് സിനിമ. ഇല്ല, സെക്കൻഡ് പാർട്ട് പോലെ തന്നെയാണ് തേർഡ് പാർട്ടും പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സോൾജറും ആ കേണലും പിന്നെ ജെക്സിലിയും തമ്മിലുള്ള ഒരു യുദ്ധം പോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. കുഴപ്പമില്ല, ഓവറോൾ ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. വിഷ്വലി ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. നമ്മളങ്ങനെ ഇരുന്ന് കാണുമായിരുന്നതാണ്. അതിൽ ഉണ്ടാവുമല്ലോ, ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ 2 പാട്ടും കൂടെ ഉണ്ടാവുമെന്ന്. ഓക്കെ.